എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തുടരുന്നത് ഏറെ ആകാംക്ഷ നിറഞ്ഞ രക്തം പുരണ്ട റോസാപ്പൂക്കൾ എന്ന കഥയുടെ അടുത്ത ഭാഗമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ നിർത്തിയ ആ വലിയ രഹസ്യത്തിന്റെ ചുരുളുകൾ ഇന്ന് അഴിയുകയാണ്. അധ്യായം 9. രക്തരൂഷിതമായ രാത്രി. കൊച്ചി നഗരത്തിന്റെ അതിർത്തിയിലുള്ള ആ പഴയ സിമന്റ് ഗോഡൌണിന് ചുറ്റും മരണം അതിന്റെ കരിനിഴൽ വിരിച്ചിരുന്നു. ആകാശം കറുത്തിരുണ്ടു കിടക്കുന്നു. കടൽക്കാറ്റിൽ വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ ലക്ഷണങ്ങളുണ്ട്. ഗോഡൌണിന് ചുറ്റും ഷെരീഫിന്റെയും സഞ്ജയുടെയും 50-ലധികം ആയുധധാരികളായ ഗുണ്ടകൾ ഒളിഞ്ഞും തെളിഞ്ഞും നിലയുറപ്പിച്ചിരുന്നു. ഓരോരുത്തരുടെയും കയ്യിൽ അത്യാധുനികമായ തോക്കുകൾ. അവർ കാത്തിരിക്കുന്നത് ഒരാളെയാണ്, ആര്യനെ. ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് 2 കണ്ണുകൾ പോലെ ആ കറുത്ത റേഞ്ച് റോവറിന്റെ ഹെഡ്ലൈറ്റുകൾ പ്രത്യക്ഷപ്പെട്ടു. വാഹനം അതിവേഗത്തിൽ ഗോഡൌൺ ലക്ഷ്യമാക്കി പാഞ്ഞുവരികയാണ്. വാഹനം ഗോഡൌണിന്റെ പ്രധാന കവാടം ഇടിച്ചു തകർത്ത് അകത്തേക്ക് ഇരച്ചു കയറി. ഗുണ്ടകൾ വെടിയുതിർക്കാൻ തുടങ്ങുന്നതിന് മുൻപേ ആര്യൻ തന്റെ കാറിനുള്ളിൽ നിന്ന് തന്നെ മെഷീൻ ഗൺ ഉപയോഗിച്ച് പ്രത്യാക്രമണം തുടങ്ങി. ടയറുകൾ മണ്ണിൽ ഉരസി വാഹനം ഒരു വശത്തേക്ക് തിരിഞ്ഞു നിന്നു. ഡോർ തുറന്ന് ആര്യൻ പുറത്തിറങ്ങി. അവന്റെ കണ്ണുകൾ ചോരവർണ്ണമായിരുന്നു. മഴ നനഞ്ഞു കുതിർന്ന അവന്റെ മുഖത്ത് ഇത്രയും കാലം മീരയ്ക്ക് വേണ്ടി അവൻ ഒളിപ്പിച്ചു വെച്ച ആ പഴയ ഭീകരൻ ഉണർന്നു കഴിഞ്ഞിരുന്നു. ആര്യൻ വെറുമൊരു മനുഷ്യനായിരുന്നില്ല ആ നിമിഷം. അവൻ തന്റെ പ്രണയത്തെ തടവിലാക്കിയവരോട് പക ചോദിക്കാൻ വന്ന ഒരു യമരാജനായിരുന്നു. എന്റെ മീരയെ തൊട്ട ഒരൊറ്റ കൈ പോലും ഇന്ന് ഈ മണ്ണിൽ നിന്ന് തിരിച്ചു പോകില്ല. ആര്യന്റെ ഗർജനം ആ ഗോഡൌണിൽ ഇടിമുഴക്കം പോലെ പ്രതിധ്വനിച്ചു. 2 കൈകളിലും തോക്കുകളേന്തി അവൻ വെടിയുണ്ടകളുടെ മഴയ്ക്കിടയിലൂടെ മുന്നോട്ട് നടന്നു. അവന്റെ ഓരോ വെടിയുണ്ടയും കൃത്യമായി ശത്രുക്കളുടെ നെഞ്ചിൽ തറച്ചു. ചുറ്റും വീഴുന്ന മൃതദേഹങ്ങളോ ചോരയോ അവൻ ശ്രദ്ധിച്ചില്ല. അവന്റെ ലക്ഷ്യം മീരയായിരുന്നു. അവന്റെ ശരീരത്തിൽ പലയിടത്തും വെടിയുണ്ടകൾ പോറലുകൾ ഏൽപ്പിച്ചു. പക്ഷേ അവൻ അതൊന്നും അറിഞ്ഞില്ല. ഗോഡൌണിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് സഞ്ജയ് ഈ കാഴ്ച കണ്ട് ഭയന്നു വിറച്ചു. ആര്യൻ ഇത്രയും ക്രൂരനാകുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഷെരീഫ് ഭായ്, അവൻ എല്ലാവരെയും കൊന്നൊടുക്കുകയാണ്. അവൻ വരികയാണ്. സഞ്ജയ് പരിഭ്രമിച്ചു. ഭീരുവാകരുത് സഞ്ജയ്. മീര നമ്മുടെ കയ്യിലുണ്ട്. അവളെ കാട്ടി നമുക്ക് അവനെ തടയാം. ഷെരീഫ് മീരയുടെ കഴുത്തിൽ കത്തി അമർത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ഗോഡൌണിന്റെ തടിവാതിൽ തകർത്ത് ആര്യൻ അകത്തേക്ക് കയറി. അവന്റെ ജാക്കറ്റിൽ നിന്നും മുറിവുകളിൽ നിന്നും ചോര വാർന്നൊഴുകുന്നുണ്ട്. സഞ്ജയ് ഭ്രാന്തമായി ആര്യന് നേരെ വെടിയുതിർക്കാൻ ശ്രമിച്ചെങ്കിലും ആര്യൻ മിന്നൽ വേഗത്തിൽ ഒരു വശത്തേക്ക് മറിഞ്ഞു. സഞ്ജയുടെ കൈ ലക്ഷ്യമാക്കി വെടിവെച്ചു. സഞ്ജയുടെ കയ്യിലിരുന്ന തോക്ക് ദൂരേക്ക് തെറിച്ചുപോയി. ആര്യൻ സഞ്ജയുടെ അടുത്തേക്ക് നടന്നു. അവൻ സഞ്ജയുടെ കഴുത്തിന് പിടിച്ചുയർത്തി ചുവരിലേക്ക് ചേർത്തു. സഹോദരനെന്ന് വിളിച്ച നാവുകൊണ്ട് നീ എന്റെ ചതിക്ക് പദ്ധതിയിട്ടു അല്ലേടാ. ആര്യന്റെ മുഷ്ടി സഞ്ജയുടെ മുഖത്ത് ആഞ്ഞു പതിച്ചു. സഞ്ജയ് ചോരത്തുപ്പി നിലത്ത് വീണു. ചതിയുടെ വിത്തുകൾ പാകിയവന് ചതിയിലൂടെ തന്നെ അന്ത്യം ലഭിച്ചു. ആര്യൻ അവനെ അവിടെ ഉപേക്ഷിച്ചു. ഷെരീഫിന് നേരെ തിരിഞ്ഞു. ഷെരീഫ് മീരയെ ഒരു കവചമായി ഉപയോഗിച്ച് ആര്യനെ തടയാൻ നോക്കി. അടുക്കരുത് ആര്യൻ. നീ ഒരു ചുവടുകൂടി മുന്നോട്ട് വെച്ചാൽ ഇവളുടെ കഴുത്തിൽ ഈ കത്തി ഇറങ്ങും. മീര ആര്യനെ നോക്കി. അവന്റെ ശരീരത്തിലെ മുറിവുകളും ചോരയും കണ്ട് അവൾ വിറച്ചു. ആര്യൻ, എന്നെ നോക്കണ്ട, നിങ്ങൾ അവനെ കൊല്ലൂ. എനിക്കു വേണ്ടി നിങ്ങൾ മരിക്കരുത്. ആര്യൻ തന്റെ കയ്യിലെ തോക്ക് സാവധാനം നിലത്തിട്ടു. അവൻ കൈകൾ ഉയർത്തി. ഷെരീഫ്, നിനക്ക് വേണ്ടതെന്നെയല്ലേ? അവളെ വിട്ടയക്കൂ. പകരം നീ ആഗ്രഹിക്കുന്ന മരണം ഞാൻ ഏറ്റുവാങ്ങാം. ഷെരീഫ് ക്രൂരമായി ചിരിച്ചു. അവൻ മീരയുടെ പീട്ടി അല്പം അയച്ചു. തോക്ക് ആര്യന് നേരെ ചൂണ്ടി. ആ നിമിഷം ആര്യൻ തന്റെ ബൂട്ടിൽ ഒളിപ്പിച്ചിരുന്ന രഹസ്യ കത്തി മിന്നൽ വേഗത്തിൽ ഷെരീഫിന്റെ നെഞ്ചിന് നേരെ എറിഞ്ഞു. കത്തി ഷെരീഫിന്റെ തോളിൽ തറച്ചു. വേദന കൊണ്ട് അവൻ നിലവിളിച്ച നിമിഷം ആര്യൻ മീരയെ വലിച്ചുമാറ്റി ഷെരീഫിന്റെ തോക്ക് തട്ടിയെടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ ആര്യന്റെ തോക്കിൽ നിന്നും 3 വെടിയുണ്ടകൾ ഷെരീഫിന്റെ നെഞ്ചിലേക്ക് തുളഞ്ഞുകയറി. കൊച്ചി നഗരത്തെ വിറപ്പിച്ച ഷെരീഫ് ആ സിമന്റ് തറയിൽ ചത്തുവീണു. യുദ്ധം അവസാനിച്ചു. ഗോഡൌണിനുള്ളിൽ ആര്യനും മീരയും മാത്രം. പുറത്ത് മഴ ശക്തിയായി പെയ്യുന്നുണ്ടായിരുന്നു. ആര്യൻ പതുക്കെ മുട്ടിലിരുന്നു. അവന്റെ ശരീരത്തിൽ നിന്നും അമിതമായി രക്തം നഷ്ടപ്പെട്ടിരുന്നു. ആര്യൻ! മീര അവനെ താങ്ങിപ്പിടിച്ചു. അവളുടെ വസ്ത്രങ്ങൾ അവന്റെ ചോരയിൽ കുതിർന്നു. ഞാൻ പറഞ്ഞില്ലേ മീര, നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ലെന്ന്. ആര്യൻ ഒരു ചെറുപുഞ്ചിരിയോടെ പറഞ്ഞു. അവന്റെ കണ്ണുകൾ സാവധാനം അടഞ്ഞു തുടങ്ങി. ഇല്ല ആര്യൻ, കണ്ണു തുറക്കൂ. നമുക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്. മീര അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ആ രക്തരൂഷിതമായ രാത്രിയിൽ പ്രണയത്തിന്റെ ഒരു തേങ്ങൽ മാത്രം ബാക്കിയായി. ദൂരെ ആംബുലൻസിന്റെയും പോലീസിന്റെയും സൈറണുകൾ മുഴങ്ങിത്തുടങ്ങി. നഗരം കണ്ട ഏറ്റവും ഭയാനകമായ ആ രാത്രിക്ക് അവിടെ അന്ത്യമായി. പക്ഷേ ആര്യന്റെ ശ്വാസം നിലയ്ക്കുകയാണോ? രക്തരൂഷിതമായ ആ രാത്രിയിൽ ശത്രുക്കളില്ലാതായി. പക്ഷേ ആര്യൻ മരണത്തോട് മല്ലിടുകയാണ്. തന്റെ പ്രിയപ്പെട്ടവളെ രക്ഷിക്കാൻ അവൻ തന്റെ സർവസ്വവും നൽകി. ആര്യൻ ഈ പോരാട്ടത്തിൽ അതിജീവിക്കുമോ?
മീരയുടെ പ്രണയത്തിന് അവനെ തിരികെ കൊണ്ടുവരാൻ കഴിയുമോ? കഥയുടെ ഏറ്റവും വികാരനിർഭരമായ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഈ കഥയുടെ ബാക്കി ഭാഗങ്ങൾ കേൾക്കാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.